ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ CJP. നമ്മളെല്ലാം ജെൻസീസാ, നമുക്ക് വേണം ഇങ്ങനത്തെ ഒരു സംഭവം. കാരണം അത് റെലവൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ അല്ലേ ഇതിനെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു കാര്യം ഒന്നും ആരും സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. ഒന്നാമത് ജോലി ഇതില്ലാതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. എല്ലാത്തിനും അതിൻ്റെ ഉള്ള സാധനമുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. ഒരു സറ്ററിക്കൽ ക്യാമ്പയിനായി മാത്രം തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കളുടെ ശബ്ദമായി മാറിയ CJPയെ കുറിച്ച് നമ്മുടെ ജെൻസി പിള്ളേർക്ക് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചറിയാം. ഇപ്പം നമ്മളെല്ലാം ജെൻസീസാ, നമുക്ക് വേണം ഇങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഇത് എത്രത്തോളം ലീഗലി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ചുമ്മാ ഒരു തിങ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അക്കൗണ്ട് ഉണ്ടാക്കി ഫോളോവേഴ്സ് വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ലീഗലൈസ് എത്രത്തോളം ലീഗലൈസ് ആവുമെന്ന് നമുക്കറിയില്ല. ഇപ്പം തന്നെ പുതിയൊരു പാർട്ടി നമ്മുടെ TV-ക്ക് പെട്ടെന്നില്ല കയറി വന്നത്. അതേമാതിരി കയറി വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ എങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനമല്ലേ. നമ്മളെ സ്പെഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതല്ലേ ബെറ്റർ. അപ്പോൾ കോമ്പറ്റീഷൻ വേണം. അല്ലാണ്ട് ജസ്റ്റ് മൊണോപ്പൊളി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല. അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ലൈക്ക് ഇങ്ങനെ ഒരു ഫൺ മൂഡിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് തന്നെ കണ്ടാലേ അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആദ്യം പറഞ്ഞ പോലെ മോണോപ്പൊളി ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ കൺട്രി. സോ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതാണ്. ബട്ട് ഇന്നലെ ലോയർ ബ്രോ അറിയില്ലേ, പുള്ളി ഇതിൻ്റെ ലീഗൽ വശം പറയുന്നത് കേട്ടു, ഇതിൻ്റെ ലൈക്ക് നെയിമിൻ്റെ കാര്യത്തിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ബട്ട് അതൊക്കെ ഇത് എന്താ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ബട്ട് ഇൻ ദി എൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും ഇന്ത്യയെ പോലും അല്ല എന്നുള്ളൊരു തിങ് അതൊരു കൺസേണിങ് ഫാക്ടറാണ്. പിന്നത്തെ കാര്യം ഇത്രയൊക്കെ പറയാനുള്ളൂ. ബട്ട് ഈ ഒരു മാനിഫെസ്റ്റോ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിലും എനിക്ക് കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നു. പിന്നെ വോട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. ആസ് എ പാർട്ടി, ഐ മീൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇൻ ദ സെൻസ് ഇപ്പം തമിഴ്നാട്ടിൽ TV-ക്ക് വന്നതിൻ്റെ ഒരു മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഈവൻ ദോ 2 years മുന്നേ അത് എന്താ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ലീഡറായിട്ടുള്ള വിജയ് അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തു വെച്ചേക്കാണ്. ജസ്റ്റ് കൺവേർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൺവേർഷൻ ഇവർക്ക് നടത്താൻ പറ്റിയാലേ ഈ ഒരു സപ്പോർട്ടെല്ലാം വോട്ടായിട്ട് കൺവേർട്ട് ആവത്തുള്ളൂ. സോ ദാറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്. അൺഎംപ്ലോയ്മെൻറ്റ് ഓക്കെ, ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ബട്ട് അതൊരു എന്താ പറയണ്ടേ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഈ പാർട്ടി കയറിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് തിങ്. ഈ ഫൺ മോഡിൽ നിന്ന് മാറിയിട്ട് ഒരു റിയൽ വർക്ക്, ഇപ്പം BJP-യോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ LDF-ഓ ആ ഒരു ലെവൽ ഓഫ് ഗ്രൗണ്ട് വർക്ക് ഇപ്പം ഇതിലുള്ള എല്ലാ ആൾക്കാരും, ഇപ്പം ലീഡറായാലും നേതാക്കന്മാരെന്ന് പറയാൻ ആരും ഇല്ലല്ലോ. അങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് താഴെത്തട്ടിൽ ഇറങ്ങി വന്ന് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉള്ള കൂടുതലും പേര് എല്ലാവരും പറയുന്ന പോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് എത്രത്തോളം ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫൺമൂഡാണെങ്കിൽ പോലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഒരു നല്ല കാര്യമുണ്ട്. കാരണം ഇത് നമുക്ക് എന്താ പറയുക, ഒരു പ്രതിഷേധം പോലെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാൻ ഒരു അവസരമാണ്. നമ്മൾ അസ്വസ്ഥരാണെന്ന് ഈ ഭരിക്കുന്ന പാർട്ടികളെ കാണിക്കാൻ പറ്റിയൊരു സാധനമാണ്. അത് ഇത്രത്തോളം പേര് ഇതിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? കാരണം അത് റെലവൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ അല്ലേ ഇതിനെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു കാര്യം ഒന്നും ആരും സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ ഇത്രത്തോളം പ്രശ്നത്തിലാണ് എന്ന് മുകളിലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികളെ അറിയിക്കാനൊരു സംഭവമാണ്. വെറുതെ ഇതൊന്നും ഇല്ലെങ്കിൽ ആൾ പറഞ്ഞ പോലെ മോണോപ്ലേ ആയി പോകത്തില്ലേ. അവരെന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ കാണണം, അത് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. ഇതൊരു ഡെമോക്രസി അല്ലേ. അപ്പം എല്ലാത്തിനും അതിൻ്റെ ഉള്ള സാധനമുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. ഞങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പാർട്ടിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ. ഒന്നാമത് ജോലി ഇതില്ലാതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. സത്യായിട്ടു ഞങ്ങളെ ജോലിയില്ല, അങ്ങനത്തെ ഒരു കോക്രോച്ച് പറയുമ്പോൾ
അങ്ങനെയല്ല ഞങ്ങളെ കുറിച്ചല്ല അത് പറയുന്നത്. ഞങ്ങൾ വോട്ടും ഞങ്ങളെ കുറിച്ചാണ് ഇത് പാർട്ടി വരുന്നത്. ഒന്നാമത് ഫോണിൽ കളിക്കുക, മടിയന്മാരായ ആൾക്കാർ, അവരെ കുറിച്ച് അതാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല, സപ്പോർട്ട് ചെയ്യും.